ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു അതിപ്രധാനമായ ബഹിരാകാശ സംഭവമാണ്. സൂര്യൻ ഒരു ബ്ലാക്ക് ഹോളിനെ നേരിടുമ്പോൾ എന്ത് സംഭവിക്കും? ബ്ലാക്ക് ഹോളുകൾ വിശ്വത്തിലെ ഏറ്റവും രഹസ്യവും ഭയാനകവുമായ വസ്തുക്കളാണ്. അതിന്റെ തീവ്രഗുരുത്വം വെളിച്ചം പോലും പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല. പക്ഷേ ഈ അതിമഹതായ വസ്തു നമ്മുടെ സൂര്യനോട് സമീപിച്ചാൽ എന്ത് സംഭവിക്കും? സൂര്യൻ ഇല്ലാതാവുമോ? സോളാർ സിസ്റ്റം നശിക്കുമോ? ചർച്ച ചെയ്യാം. ബ്ലാക്ക് ഹോൾ എന്താണ്? ഈ സംഭവങ്ങൾ മനസ്സിലാക്കുന്നതിനു മുമ്പ് ബ്ലാക്ക് ഹോൾ എന്താണ് എന്നത് മനസ്സിലാക്കാം. ബ്ലാക്ക് ഹോൾ എന്നത് അത്യധികം ഗുരുത്വാകർഷണ ശക്തിയുള്ള ഒരു പ്രദേശമാണ്. അവിടെ നിന്ന് ഒന്നും പുറത്തു വരാൻ കഴിയില്ല. ഒരു വലിയ നക്ഷത്രം അതിന്റെ ആന്തരിക ഇന്ധനം തീർന്നു തകർന്നാൽ അത് ഒരു ബ്ലാക്ക് ഹോളായി മാറുന്നു. ഇവന്റ് ഹോറൈസൺ എന്നത് ബ്ലാക്ക് ഹോളിന് അതിരാണ്. അതിനകത്തേക്ക് പോയാൽ തിരിച്ചു വരാൻ കഴിയില്ല. അതിന്റെ അകത്തുള്ള എല്ലാ വസ്തുക്കളും സിംഗുലാരിറ്റിയിൽ ചുരുങ്ങി അതിഗണനീയമായ അവസാന കത്തിപ്പോകലിന് വിധേയമാവും. ഇനി സൂര്യൻ ഒരു ബ്ലാക്ക് ഹോളിനോട് സമീപിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ചെറിയ ഒരു ബ്ലാക്ക് ഹോൾ സൂര്യനെ സമീപിച്ചാൽ ചെറിയ ഒരു ബ്ലാക്ക് ഹോൾ എങ്ങനെ സ്വാധീനിക്കും? ചെറിയ ബ്ലാക്ക് ഹോളുകൾ രണ്ട് തരത്തിലാണ്. സ്റ്റെല്ലാർ മാസ് ബ്ലാക്ക് ഹോൾ, സ്റ്റെല്ലർ മാസ് ബ്ലാക്ക് ഹോൾ, സൂര്യനേക്കാൾ 3 മുതൽ 20 മടങ്ങ് ഭാരമുള്ളത്. പ്രിമോഡിയൽ ബ്ലാക്ക് ഹോൾ, പ്രൈമോഡിയൽ ബ്ലാക്ക് ഹോൾ, ചെറുതായെങ്കിലും അത്യധികം ഭാരം. നമുക്ക് 10 സൂര്യന്മാർക്ക് തുല്യഭാരം ഉള്ള ഒരു ബ്ലാക്ക് ഹോൾ പരിഗണിക്കാം. ഗുരുത്വാകർഷണത്തിന്റെ പ്രഭാവം ബ്ലാക്ക് ഹോളിന്റെ ഗ്രാവിറ്റി സൂര്യനെ വളച്ചൊടിക്കും. അതിനാൽ സോളാർ സ്റ്റോംസ് ഉണ്ടാകും. സൂര്യന്റെ പുറത്തെ പാളികൾ പൊട്ടിപ്പൊളിഞ്ഞ് ബഹിരാകാശത്തിലേക്ക് ചിതറും. അക്രീഷൻ ഡിസ്ക് രൂപപ്പെടും. സൂര്യന്റെ വാതകങ്ങൾ ബ്ലാക്ക് ഹോളിലേക്ക് തിരികെ വീഴുകയും അതിനു ചുറ്റും ചുറ്റലിനു വരികയും ചെയ്യും. ഇത് തീവ്രമായ എക്സ്റേ വികിരണങ്ങൾ ഉൽപ്പാദിപ്പിക്കും. ഇത് ആകാശഗംഗയിൽ പോലും കാണാവുന്നതായിരിക്കും. ടൈഡൽ ഡിസ്റപ്ഷൻ ഇവന്റ് ബ്ലാക്ക് ഹോൾ സൂര്യനെ കൂടുതൽ സമീപിച്ചാൽ തീരനേറിയ വേഗത്തിൽ സൂര്യൻ കീറിപ്പൊളിയും. സൂര്യന്റെ കേന്ദ്രഭാഗം കുഴഞ്ഞു വീഴുമോ അതോ തകർന്നു വെളുത്ത ബഹിരാകാശ കായമായി വൈറ്റ് ഡ്വാർഫ് മാറുമോ എന്നത് അവലംബിക്കും. സൂര്യൻ ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിനോട് സമീപിച്ചാൽ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകൾ ആയിരക്കണക്കിന് മുതൽ കോടിക്കണക്കിന് സൂര്യന്മാരെക്കാൾ ഭാരം കൂട്ടുന്നതാണ്. പല ഗാലക്സികളുടെ മധ്യഭാഗത്തും ഇത് കാണപ്പെടുന്നു. ഉദാഹരണം സജിറ്റേറിയസ് ഇ എന്നത് നമ്മുടെ മിൽക്കി വേയുടെ കേന്ദ്രത്തിലുണ്ട്. ഗുരുത്വാകർഷണ അപ്രത്യക്ഷ ഗ്രാവിറ്റേഷണൽ കെയോസ് ഈ ബ്ലാക്ക് ഹോൾ സോളാർ സിസ്റ്റത്തിലെ ഗ്രഹങ്ങളെ വളരെയധികം തകർക്കും. ഗ്രഹങ്ങൾ ഓർബിറ്റിൽ നിന്ന് തള്ളി അനന്ത ബഹിരാകാശത്തിലേക്ക് പോകാം. സ്പഗറ്റിഫിക്കേഷൻ സൂര്യൻ ഒരു നീണ്ട തന്തിയിലേക്കു സ്പഗറ്റി വലിച്ചു നീട്ടപ്പെടും. ആഗിരിയിൽ കീറിപ്പൊളിഞ്ഞ് ബ്ലാക്ക് ഹോളിന്റെ അകത്തേക്ക് വീഴും. തീവ്ര ഊർജ്ജ വിശകലനം എനർജി റിലീസ് സൂര്യൻ നശിക്കുമ്പോൾ അതിൽ നിന്നും വലിയ ഗാമ റേ ബർസ്റ്റ് ഉണ്ടാകും. ഈ വികിരണം ദൂരെയുമുള്ള ഗാലക്സികളിൽ പോലും കാണാനാകും. ഭൂമിക്ക് എന്ത് സംഭവിക്കും? അകത്തേക്കുള്ള ഇരുട്ട് ടോട്ടൽ ഡാർക്ക്നെസ്. സൂര്യൻ നശിച്ചാൽ ഭൂമിയിൽ വെളിച്ചമില്ലാതാകും. ചന്ദ്രനും കാണാതാകും. ആകാശം കറുത്തിരിക്കും. താപനില കുറയിൽ ഭൂമി ഒരു ഹിമഗ്രഹമാകുന്ന ഒരു ആഴ്ചക്കുള്ളിൽ ഭൂമിയുടെ താപനില -70°C ആയി താഴും. ചില മാസങ്ങൾക്കുള്ളിൽ സമുദ്രങ്ങൾ മുഴുവനും മഞ്ഞ് പാളികളായി മാറും. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കഴിയുന്ന ചില താപ ഉത്ഭവങ്ങളാൽ ഹൈഡ്രോതെർമൽ വെന്റ്സ് ജീവിക്കുന്ന ജീവികൾ മാത്രം രക്ഷപ്പെടും. ഭ്രമണപഥ മാറ്റം ഓർബിറ്റ് ഡിസ്റപ്ഷൻ ഭൂമി ബ്ലാക്ക് ഹോളിലേക്ക് വീഴുമോ അതോ അനന്ത ബഹിരാകാശത്തിലേക്ക് തള്ളിക്കളയപ്പെടുമോ എന്നത് ഗുരുത്വാകർഷണത്തെ ആശ്രയിച്ചിരിക്കും. ഈ രണ്ട് അവസ്ഥകളും ഭൂമിയിൽ ജീവനെ ഇല്ലാതാക്കും. ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുമോ? നല്ല വാർത്ത, ഇത് നടക്കില്ല. നമ്മുടെ സോളാർ സിസ്റ്റത്തിന് സമീപം ബ്ലാക്ക് ഹോളുകൾ ഒന്നുമില്ല. ഏറ്റവും അടുത്ത ബ്ലാക്ക് ഹോൾ ഗായ BH1 ആണ്. ഇത് 1600 പ്രകാശവർഷം ലൈറ്റ് ഇയേഴ്സ് അകലെയാണ്. ബ്ലാക്ക് ഹോളുകൾ പേടിക്കേണ്ടതില്ല, കാരണം അവ ചലിച്ചു നടക്കുന്ന വാസ്തവങ്ങളല്ല. എന്നിരുന്നാലും ബില്യൺ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഗാലക്സി ആൻഡ്രോമെഡ ഗാലക്സിയുമായി കൂട്ടിയിടിച്ചേക്കാം. അതേസമയം ഇത് ഇപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിനെ ബാധിക്കില്ല. ഉപസംഹാരം: ഒരു ബ്ലാക്ക് ഹോൾ സൂര്യനോട് സമീപിച്ചാൽ സൂര്യൻ വളച്ചൊടിക്കും, കീറിപ്പൊളിയും. ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ വന്നാൽ സോളാർ സിസ്റ്റം ഇല്ലാതാകും. ഭൂമി തണുത്ത ഒരു മരിച്ച ഗ്രഹമാകും. എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ ഗാലക്സി കൃത്യമായ പദത്തിലാണ്. അതിനാൽ നമ്മുടെ സൂര്യൻ സുരക്ഷിതമാണ്. ഇതുപോലെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ബഹിരാകാശ വീഡിയോസ് കാണണമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.